ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഓക്കെ, അതിലെ 3ാമത്തെ ചാപ്റ്ററായ നിവർന്ന് നിൽക്കുക എന്നുള്ള ഭാഗമാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അപ്പോൾ എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ? ജോയിൻ്റ് എന്താ നമ്മൾ പഠിച്ചില്ല, എങ്ങനെ മടങ്ങാനും നിവരാനൊക്കെ നമ്മളെന്താണ് കൈമുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കൈ നിവർത്താനും അതുപോലെ എന്താണ് ഇങ്ങനെ മടങ്ങാനും കഴിയുന്നുണ്ട് അല്ലേ. അതുപോലെ വിരലുകൾ ഇങ്ങനെ മടക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് എന്ത് ജോയിൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ബോൾ എന്ന് പറയുമ്പോൾ എന്താ ഉരുണ്ടിട്ടല്ലേ, അപ്പോൾ കറക്റ്റ് മൊത്തമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് റൗണ്ട് ചെയ്യാൻ കഴിയണം അല്ലേ. അപ്പോൾ നമ്മൾ കൈ ഒന്ന് റൗണ്ടാക്കി ഒന്ന് കൈ ഇങ്ങോട്ട് നിവർത്തിയിട്ട്, അതായത് കൈ നീട്ടി പിടിച്ചിട്ടൊന്ന് റൗണ്ട് അടിക്കാൻ കഴിയുമോ നോക്ക്? കഴിയും അല്ലേ. ഒന്ന് ശ്രമിച്ചാൽ വേദന ആവും കുറച്ചൊന്നും അല്ലേ, എന്നാലും റൗണ്ട് ചെയ്യാൻ കഴിയും. കൈ എക്സസൈസൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, റൗണ്ട് അടിച്ചിട്ട് കൈ എന്താക്കുന്നത്. അപ്പോൾ കൈമുട്ട്, കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ ഈ തോളലിൻ്റെ ചലനം? കൈകൾ വശങ്ങളിലേക്ക് നീട്ടിന്ന് ചലിപ്പിച്ചു നോക്കിയേ. തോളലിൻ്റെ സന്ധി എന്താണ്? എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. തോളലിൻ്റെ ആ ജോയിൻ്റാണ് എന്തെല്ലായിടത്തും ചലിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പം മറ്റേ സന്ധി പോലെയാണോ, അതായത് കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും സന്ധി പോലെ എന്താണ് ഈ അളക്കുന്നത് പോലെയാണോ മറ്റേ തോളലിൻ്റെ അത് എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ കഴിയുന്നത്? തോളലിന് മാത്രമേ എന്താക്കുന്നത് എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ കഴിയുന്നുള്ളൂ അല്ലേ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇത് തോളലാണ് കേട്ടോ. ഇതെന്താണ്? ഇതൊക്കെ ജോയിൻ്റ് അല്ലേ. ഇവിടെ സന്ധി അല്ലേ. ഇത് തുടയിലാണ്, ഇത് കയ്യിലെ അസ്ഥി അല്ലേ. ഇത് ഇടുപ്പല്ല് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നോക്കിയാൽ, ചിത്രം നിരീക്ഷിച്ച് തോളല്, ഇടുപ്പല്ല് എന്നിവയുടെ ചലനത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, തോളലും ഇടുപ്പല്ലും അല്ലേ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധിയാണിത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി അല്ലേ. എന്താണ് ഏറ്റവും കൂടുതൽ? അണ്ടർലൈൻ ചെയ്യുക, ബുക്ക് എടുത്ത് വെക്കണേ. ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ അണ്ടർലൈനൊക്കെ ചെയ്യാട്ടോ, എന്നിട്ട് വായിക്കുമ്പോൾ പഠിക്കുക. അപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധിയാണിത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കേട്ടോ. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ബോൾ അല്ലേ, ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റ് അല്ലേ, മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ്? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം എന്താണ്? മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ കുഴിക്ക് പറയുന്നത് എന്താണ്? സോക്കറ്റ് എന്ന് പറയും അല്ലേ. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണെന്ത് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. അപ്പോൾ തോളും ഇടുപ്പിലാണെന്ത് ഈ എന്താണ് നമ്മളെ ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ സന്ധി ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടേക്കാണ് ശരീരഭാഗത്ത്? തോള്, പിന്നെന്താണ്? ഇടുപ്പല്ല് അല്ലേ. പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവ. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു അല്ലേ. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതാണ്. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ആ ഉരുണ്ട ഭാഗം എന്താണ്? മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു അല്ലേ. അപ്പം നോക്കിയേ, ഈ ചിത്രത്തിൽ അല്ലേ, ഇതെന്താണ്? ആ ഉരുണ്ട ഭാഗം എന്താണ്? ഈ കുഴിയിൽ ഇങ്ങനെ തിരിയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതാണെന്ത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഓക്കെ, അതിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ മാതൃക നിർമ്മിച്ചു നോക്കാം നമുക്ക്. എങ്ങനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ മാതൃക നിർമ്മിക്കുക? അതിനായി നൽകിയിരിക്കുന്ന മെറ്റീരിയൽസ്, സാമഗ്രികൾ പ്രയോജനപ്പെടുത്തുക. എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയേ. 2 ഐസ്ക്രീം ബോൾ, വലുതൊന്നും ചെറുതൊന്നും, പിന്നെ ഒരു മരസ്കേല് 2 പിന്നെ നട്ടും ബോൾട്ടും 2 വീതം. ഓക്കെ, ഇനി ചെറിയ ഐസ്ക്രീം ബോൾ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്ന വിധം എന്താണ്? വലിയ ഐസ്ക്രീം ബോളിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ച് കളയുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറിയ ഐസ്ക്രീം ബോൾ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്ന വിധം എന്താണ്? വലിയ ഐസ്ക്രീം ബോളിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ച് കളയുക. 2 ഐസ്ക്രീം ബോളുകൾ എന്താണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ മരസ്കെയിലുകളിലും നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉറപ്പിക്കുക. അങ്ങനെ ഓക്കെ, 2 കണ്ടോ ഇങ്ങനെ. ആദ്യം എന്താണ്? ചെറിയ ഇങ്ങനെ നട്ടും ബോൾട്ടും ഒളിപ്പിക്കുക, എന്താണ് ഉപയോഗിച്ച് ഉറപ്പിക്കുക. വലിയ ഐസ്ക്രീം ബോൾ ഉറപ്പിച്ച മരസ്കെയിലിൽ എന്താണ് പിടിച്ച് ചെറിയ ബോൾ ഉറപ്പിച്ച മരസ്കെയിൽ ചലിപ്പിച്ച് നോക്കൂ. തോൾഭാഗത്തെ ചലനവുമായി സാമ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്? ഈ ചെറിയ ഐസ്ക്രീം ബോൾ ഈ വലിയ ഐസ്ക്രീം ബോളിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ സ്കെയിലിനൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഇത് കയ്യിൽ എന്താണ് അവിടെ പിടിക്കുക. എന്നിട്ട് ഇത് ഈ ഭാഗം എന്താണ് ഇങ്ങനെ, ഏത് ഭാഗം? ഈ സ്കെയിൽ പിടിച്ച് ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെ കറക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരും അല്ലേ. ഇതാണ് നമ്മളെ തോളിൻ്റെ ഇടുപ്പല്ലിൻ്റെ ഒക്കെ എന്ത്
മാതൃക അല്ലേ. ഇനി നോക്കൂ, ഇനി പിവോട്ട് സന്ധി. എന്താണ് പിവോട്ട് സന്ധി എന്ന് പറയുന്നത്? പിവോട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, കഴുത്തിലാണ് അല്ലേ സംഭവം. എന്താണ്? കഴുത്തിലാണ് എന്ത് വരുന്നത്, അതാണ് അത് പിവോട്ട് അല്ലേ, പിവോട്ട് സന്ധി എന്ന് പറയുന്നത്. നമുക്ക് കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ച് നോക്കൂ, കണ്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്ക്. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എത്രമാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരം അസ്ഥിസന്ധിയാണിത് പിവട്ട് സന്ധി. അപ്പൊ നമ്മളെ കഴുത്തിന്റെ ആ സന്ധിയാണെന്ത്? പിവട്ട് സന്ധി എന്ന് പറയുന്നത് കേട്ടോ, പിവട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. പിവട്ട് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം, അതിന്റെ പ്രത്യേകത എന്നിവ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. എവിടേക്കാണ് ഈ പിവട്ട് സന്ധി കാണുന്ന നോക്ക്. സന്ധി അല്ലേ, എവിടെ പിവട്ട് സന്ധി കാണുന്നത്? കഴുത്തിലാണ് അല്ലേ. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കൊക്കെ തിരിയുന്നത് അല്ലേ, സൈഡിലോട്ടും അതുപോലെ മുന്നോട്ടും, ഇങ്ങനെ മുന്നോട്ട് പോയതും പിന്നെ ബാക്കോട്ട് പോയൊക്കെ പിന്നെ സൈഡിലോട്ടും ഒക്കെ ആവുന്നില്ലേ, അത് പിവട്ട് സന്ധിയാണ് അതിന് പറയാ കേട്ടോ. സന്ധിക്ക് എന്താ പറയാ? പിവട്ട് സന്ധി കേട്ടോ. അപ്പൊ കൂട്ടുകാരുമായി ചേർന്ന് പിവട്ട് സന്ധിയുടെ മാതൃക ഉണ്ടാക്കുക. എങ്ങനെയാ പിവട്ട് സന്ധിയുടെ മാതൃക ഉണ്ടാക്കാനായിട്ട്? എന്താണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ പൗഡർ ടിൻ എടുക്കുക. കണ്ടോ, ഈ പൗഡർ ടിൻ എടുക്കുക. ഇത്തരം പൗഡർ ടിന്നിന്റെ അടപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് അടപ്പ് ചലിപ്പിക്കുന്നത്. നമ്മുടെ കഴുത്തിന്റെ ചലനവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? പൗഡർ ടിന്നിൽ പാവയുടെ തല ഉറപ്പിച്ച് പിവട്ട് സന്ധിയുടെ മാതൃക നിർമ്മിക്കൂ. നമ്മുടെ കഴുത്ത് വശങ്ങളിലേക്ക് തിരിക്കുന്നത് പോലെ പാവയുടെ കഴുത്തും തിരിക്കാൻ കഴിയുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ശരീരത്തിൽ കാണുന്ന 3 തരം അസ്ഥിസന്ധികളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാണുന്ന എന്തൊക്കെയാ ഇപ്പൊ പഠിച്ചത്? പിവട്ട് സന്ധി പഠിച്ചു, പിന്നെ ഏതാണ്? പിന്നെ ഏതാ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി പഠിച്ചു, പിന്നെന്താണ്? വിജാഗിരി സന്ധി അല്ലേ. വിജാഗിരി സന്ധിയും പഠിച്ചു. അപ്പം അതൊക്കെ എന്താക്കുക, നിങ്ങൾ അതിന്റെ പ്രത്യേകതയും നിങ്ങൾ എന്താക്കുക എഴുതുക. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ എന്തൊക്കെ സന്ധികളാന്നുള്ളതും പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രത്യേകത എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, അസ്ഥിഭംഗം, ഫ്രാക്ചർ. എന്താണ് ഇപ്പൊ നമുക്ക് ഈ അസ്ഥി എന്താണ്? നമ്മൾ വീണാലൊക്കെ പൊട്ടിപ്പോവില്ലേ നമ്മള്. അപ്പൊ ചിത്രം നോക്കൂ, കുട്ടിയുടെ വലതു കൈ ശ്രദ്ധിക്കൂ. എന്താണ് പറ്റിയത് കുട്ടിക്ക്? ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കേണ്ടി വരുന്നത്? നമ്മൾ ഓടുമ്പോ ചാടുമ്പോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോ ഒക്കെ എന്താവും? നമ്മളെ കയ്യും കാലിന്റെ എല്ലാം ഒക്കെ പൊട്ടൂല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? എക്സ്റേ ഷീറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടിയ ഭാഗം കണ്ടോ? അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എക്സ്റേ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് ഭാഗത്തിന്റെ ചിത്രമാണ് ഷീറ്റിൽ കാണുന്നത്? ചിത്രത്തിൽ കാണുന്ന അസ്ഥിക്ക് ഒടിവോ പൊട്ടലോ സംഭവിച്ചിട്ടുണ്ടോ? പൊട്ടലുണ്ട് അല്ലേ. ഓക്കെ, ഇനി അസ്ഥിഭംഗം, ഫ്രാക്ചർ എന്താണ്? അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ? എന്താണ്? അസ്ഥിക്ക് സംഭവിക്കുന്ന എന്താണ്? പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കുക. അസ്ഥിഭംഗം എന്താണ്? 3 തരത്തിലാണ് സംഭവിക്കുന്നത് അല്ലെ. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണെന്ത്? ലഘുഭംഗം, സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കിയേ? അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനാണെന്ത്? അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഈ അസ്ഥിഭംഗം എന്താ? 3 തരത്തിൽ സംഭവിക്കും അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് നോക്കിയാൽ അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് എന്താണ്? അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോവുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണെന്ത്? ലഘുഭംഗം. ഒന്നത്. ഇനി അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണെന്ത്? വിഷമഭംഗം എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. ഇത് കോമ്പൗണ്ട് ഫ്രാക്ചറിൽ, അതായത് ഈ വിഷമഭംഗത്തിൽ എന്താണ്? അസ്ഥിക്ക് പൊട്ടലിനോടൊപ്പം തന്നെ എന്താ? പുറമേക്ക് മുറിവും ഉണ്ടാവും അല്ലെ. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണെന്ത്? സങ്കീർണ ഭംഗം. അപ്പൊ എന്താണ്? നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലുള്ള സമീപത്ത് സംഭവിക്കുന്ന ആ പൊട്ടലിനാണ് എന്ത് വരുന്നത്? സങ്കീർണ ഭംഗം, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അസ്ഥിഭംഗം? ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം അല്ലെ. അപ്പൊ ലഘുഭംഗം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊട്ടുന്നതിന് അല്ലെ. അല്ലെങ്കിൽ എന്താണ്? ഒന്ന് സ്ഥാനഭ്രംശം സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവുക. മറ്റേ വിഷമഭംഗം എന്ന് പറയുന്നത് അസ്ഥി പൊട്ടി എന്താണ്? പുറത്തേക്ക് തുളച്ച് കയറുക അല്ലെ. മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണിത് വിഷമഭംഗം അല്ലെ. പിന്നെ സങ്കീർണഭംഗം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ ആന്തരികാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണെന്ത്? സങ്കീർണഭംഗം കേട്ടോ. ഓക്കെ, ഇത്തരം സന്ദർഭങ്ങൾ എന്താണ്? അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് എന്താണ്? ക്ഷതവും സംഭവിക്കും അല്ലെ സങ്കീർണഭംഗത്തിൽ.
വിവിധ തരം അസ്ഥിഭംഗങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ സംഭവിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി നോക്കിയാൽ നമുക്ക് എന്താ എല്ലോ ഇതെന്തെങ്കിലും പൊട്ടിയുണ്ടോ എന്നൊക്കെ നോക്കലുണ്ട് അല്ലേ. നമുക്ക് അറിയില്ല ഇത് പൊട്ടിയുണ്ടോ, നല്ല വേദനയൊക്കെ കഴിക്കും അല്ലേ. പക്ഷെ നമുക്ക് പൊട്ടിയുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്താണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് എന്താണ് എക്സ്റേ എടുത്തിട്ട് എന്താണ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എക്സ്റേ എടുക്കും അല്ലേ. 1800 എന്നാണ് ഇപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചതെന്ന് നോക്കിയേ. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത് കേട്ടോ. മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോഡ്ജൻ ആണ്. അപ്പോൾ ആരാണ് ഈ മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എടുത്തിരിക്കുന്ന എക്സ്റേ? അത് ഈ റോഡ്ജൻ ആണ് അല്ലേ. എന്നാണ് 1895 അദ്ദേഹം അത് കണ്ടെത്തിയത് അല്ലേ. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണെന്ത് എക്സ്റേ. എന്താണ് മാംസപേശിയിലൂടെ നമുക്കിപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ എന്താണ് നമ്മളെ ഈ മാംസമൊന്നും കാണൂല അല്ലേ, നമ്മളെ ഈ തോലും തൊന്നും കാണൂല, നമ്മളെ സ്കിന്നൊന്നും കാണൂല. പിന്താ കാണുക, എല്ല് മാത്രമേ കാണുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് എല്ലുകളിലൂടെ കടന്നു പോകൂല, പക്ഷെ മാംസപേശികളിലൂടെ കടന്നു പോകുന്നതാണെന്ത് എക്സ്റേ അല്ലേ. ഇതാണ് എക്സ്റേ ഷീറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പരിക്കേറ്റ ഭാഗത്ത് നല്ല വേദന ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ് പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം ഉണ്ടാവും അതിന്. അതായത് കൈമലാണെങ്കിൽ മറ്റേ കൈ നോക്കുക, അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. അപ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് അസ്ഥിഭംഗം വന്നിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ. കാര്യങ്ങളുണ്ടെങ്കിൽ എന്താക്കണം, ഇക്കാര്യങ്ങളുണ്ടെങ്കിൽ ഉടൻ എന്താക്കണം, നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം കേട്ടോ, പ്രഥമ ശുശ്രൂഷ നൽകണം. ഓക്കെ, എന്താണ് ഈ പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അപ്പോൾ അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക? പരിക്കേറ്റ ഭാഗത്ത് അനക്കം തട്ടിയാൽ എന്താ സംഭവിക്കുക, എങ്ങനെയാണ് അനക്കാതെ നിർത്തുക? നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കൂ. അപ്പോൾ നോക്കിയാൽ പരിക്കേറ്റ ഭാഗത്ത് എന്താണ് അനക്കം തട്ടിയാൽ എന്താ സംഭവിക്കുക? കൂടുതൽ അത് പൊട്ടിപ്പോകൂലേ, അല്ലെങ്കിൽ കൂടുതൽ അങ്ങോട്ടോ ഒക്കെ നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് അനക്കാതെ നിർത്തണം. അപ്പോൾ എന്താണ് പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. എന്താണ് പരിക്കേറ്റ ഭാഗം എന്താക്കണം, ചലിപ്പിക്കാതെ സൂക്ഷിക്കുക അല്ലേ. അതിനായി എന്താക്കണം, പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാം. എന്താണ് സ്പ്ലിന്റ് ഉപയോഗിച്ച്, സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ പരിക്കേറ്റ ഭാഗം എന്താണ് ചലിപ്പിക്കാതെ സൂക്ഷിക്കുക. അതിനായി എന്താക്കണം, പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാം. ഈ മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങ് പലക കൊണ്ട് എന്താക്കുക, സ്പ്ലിന്റ് ഉണ്ടാക്കണം അല്ലേ. മരോ അല്ലെങ്കിൽ എന്താണ് ലോഹോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഏതെങ്കിലും നിർമ്മിച്ച ഉറപ്പുള്ളൊരു താങ്ങു പലക കൊണ്ട് എന്താണ് സ്പ്ലിന്റ് ഉണ്ടാക്കണം അല്ലേ. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കാൻ പാടില്ല. പരിക്കേറ്റ ഭാഗം എന്താക്കരുത്, ചലിപ്പിക്കരുത് അല്ലേ. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്താക്കുക, പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ. പിന്നെ മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ചുള്ള ഉറപ്പുള്ള താങ്ങുപലക കൊണ്ടാണ് സ്പ്ലിന്റ് ഉണ്ടാക്കേണ്ടത്. പിന്നെന്താ പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കാൻ പാടില്ല. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്താക്കുക, വേഗം ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം കേട്ടോ. ഓക്കെ, ഇനി ചിത്രം നിരീക്ഷിച്ച് എങ്ങനെയാണ് സ്പ്ലിന്റ് ഇടുന്നതെന്ന് മനസ്സിലാക്കുക. ആവശ്യ സന്ദർഭങ്ങളിൽ മുതിർന്നവരുടെ സഹായത്തോടെ ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ചിത്രം നിരീക്ഷിച്ചു നോക്കുക, എങ്ങനെയാണ് സ്പ്ലിന്റ് ഇടുന്നത് മനസ്സിലായല്ലോ. കണ്ടോ, ഇങ്ങനെയല്ലേ. ആവശ്യ സന്ദർഭങ്ങൾ എന്താണ്, 2 പലക ഇങ്ങനെ വെക്കുക, പിന്നെ എന്താക്കുക, അങ്ങനെ വെച്ചിട്ട് എന്താക്കുക, നമ്മളെ കൈമിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. താഴെ പറയുന്ന സന്ദർഭം നോക്കൂ. പ്രവർത്തനമായി ക്ലാസ്സിൽ അഭിനയിക്കുക. കളിക്കുന്നതിനിടെ വീഴുന്ന കുട്ടി, കാലിൽ നല്ല വേദന, അസ്ഥിഭംഗം പരിശോധന, പ്രഥമ ശുശ്രൂഷ നൽകലും ആശുപത്രിയിൽ എത്തിക്കലുമാണ് അല്ലേ. അപ്പോൾ അവതരണങ്ങൾ ഗ്രൂപ്പുകൾ പരസ്പരം വിലയിരുത്തുക. എന്നിട്ട് ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലിന് പൊട്ടലുണ്ട്, കമ്പി ഇടണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പൊട്ടിയ അസ്ഥിഭംഗം കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ. കണ്ടോ ഉള്ളിൽ തന്നെ അല്ലേ. എല്ലിൻ്റെ അവിടെ എന്താണ് അസ്ഥിഭംഗം വന്നിട്ട് എന്താണ് പൊട്ടിയ അസ്ഥിഭംഗം കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നുണ്ട് അല്ലേ. വലിയ വലിയ പൊട്ടലൊക്കെ ആകുമ്പോൾ എന്താണ് ഉള്ളിൽ കമ്പിയൊക്കെ ഇടുക. അപ്പോൾ എന്തിനാണ് പൊട്ടലിലുള്ള എല്ലിന് കമ്പി ഇടുന്നത്? അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹ കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്. അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിന് എന്താണ് വേഗം കൂടിച്ചേരുന്നതിന് എന്താണ് ഇത് സഹായകമാണ് അല്ലേ. അപ്പം അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ചിട്ട് എന്താണ് ഈ ലോഹ കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അസ്ഥികൾ എന്താണ് ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനാണിത് ഇത് ഈ എല്ലില് കമ്പി ഇടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, മുട്ടുമാറ്റി വെക്കൽ. എന്താ മുട്ടുമാറ്റി വെക്കൽ എന്ന് പറയുന്നത്? ശരീരഭാഗം കൂടുന്നതും അസ്ഥികളിൽ കാൽഷ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ട് മാറ്റിവെക്കൽ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ്, നമുക്ക് മുട്ടുമാറ്റിവെക്കൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മുട്ടുമാറ്റിവെക്കൽ എന്താണ്, ശരീരഭാഗം കൂടുന്നതും അസ്ഥികളിൽ കാൽഷ്യം കുറയുന്നതും എന്താണ്, കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ എന്താണ്, നീക്കം ചെയ്യുകയും ചെയ്യും ചെയ്യുകയും പകരം എന്താണ്, സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന ഒരു കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ കേട്ടോ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്താണ്, പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. കാൽമുട്ട് മാറ്റി വെച്ചതിന് ശേഷം എന്താണ്, പുതിയ കാൽമുട്ടിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. നമ്മളെ ശരീരത്തിലുള്ള അല്ലല്ലോ, പുതിയ വെച്ചല്ലേ, അപ്പൊ നമുക്ക് എന്താണ്, ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ എന്താണ്, ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കൂ, അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്താണ്, അസ്ഥികളുടെ ആരോഗ്യത്തിന് നമ്മൾ ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠത്തിൽ പോഷക ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ്, ഇവ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും അവയടങ്ങിയ ആഹാരവും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ പോഷക ഘടകം എന്താ, കാൽഷ്യം വേണം. പിന്നെന്താണ്, കാൽഷ്യം എന്താണ്, ബലവും നൽകുക, ഘടനയും ബലവും നൽകുന്ന കാൽഷ്യമാണ് അല്ലെ. പാൽ ഉൽപ്പന്നങ്ങളും ഇലക്കറികളൊക്കെ എടുക്കുക. പിന്നെ വൈറ്റമിൻ ഡി വേണം, കാൽഷ്യം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു അല്ലെ. സൂര്യപ്രകാശവും മുട്ട, മീനൊക്കെ വൈറ്റമിൻ ഡിയിൽ കിട്ടുന്നു അല്ലെ. പിന്നെന്താണ്, വൈറ്റമിൻ ഡി എന്താണ്, സൂര്യപ്രകാശത്തിലൂടെയും മുട്ടയിലൂടെയും മീനിലൂടെയാണ് എന്ത്, വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് കിട്ടുന്നത് അല്ലെ. പിന്നെ ഫോസ്ഫറസ് വേണം. അപ്പൊ കാൽഷ്യം, വൈറ്റമിൻ ഡി, ഫോസ്ഫറസ്, വൈറ്റമിൻ കെ, മഗ്നീഷ്യം, ഇതൊക്കെയാണ് എന്ത്, പോഷക ഘടകങ്ങൾ അല്ലെ. ഇനി പോഷക ഘടകങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്, കാൽഷ്യത്തിന് കിട്ടണമെങ്കിൽ പാല്, ഇലക്കറികൾ അല്ലെ, പാലുൽപ്പന്നങ്ങളും ഇലക്കറികളൊക്കെ കഴിക്കണം. പിന്നെ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ എന്താണ്, സൂര്യപ്രകാശവും മുട്ട, മീനൊക്കെ അല്ലെ. പിന്നെന്താ, മത്സ്യം, ഫോസ്ഫറസ് കിട്ടണമെങ്കിൽ മത്സ്യം, മാംസം, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. പിന്നെന്താണ്, ബദാം, അണ്ടിപ്പരിപ്പ്, ധാന്യങ്ങളൊക്കെ കഴിച്ചാൽ എന്താണ്, അതും എന്താണ്, വൈറ്റമിൻ കെയും മഗ്നീഷ്യം കിട്ടാൻ കേട്ടോ. അപ്പൊ ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെ എഴുതാം നമുക്ക്, ബദാം എഴുതാം, അണ്ടിപ്പരിപ്പ് എഴുതാം, ധാന്യങ്ങൾ എഴുതാം, മത്സ്യം, മാംസം, പരിപ്പ് വർഗ്ഗങ്ങൾ, സൂര്യപ്രകാശം, മുട്ട, മീന്, പിന്നെന്താണ്, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് സ്കൂളിൽ പാലും മുട്ടയും തരുന്നത് എന്തിനാന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി ചെവിക്കുള്ളിലും അസ്ഥികൾ എന്താണ്, ചെവിക്കുള്ളിലും അസ്ഥികൾ, നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. എന്താണ്, നമ്മുടെ ചെവിയിൽ എന്താണ്, 3 ഭാഗങ്ങളുണ്ട് അല്ലെ. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. എന്താണ്, 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് എന്ത്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്, സ്റ്റേപ്പിസ് ആണ് കേട്ടോ. ഏറ്റവും വലുത് ഏതാണ്, തുടയിലാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, എന്താണ് ഇവിടെ പറയുന്നത് നോക്കിക്കേ, ചെവിക്കുള്ളിൽ അസ്ഥി ഉണ്ട് അല്ലെ. നോക്കിയേ, ഇത് ഇൻകസ്, ഇത് മാലിയസ്, ഇത് സ്റ്റെപ്പിസ് അല്ലെ. നോക്കൂ, ഇതെന്താണ്, ഇത് സ്റ്റെപ്പിസ് അല്ലെ. ഇതാണ് ഇത് ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്, സ്റ്റേപ്പിസ് ആയ ഇത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, ഇത് ആന്തരകർണം, മധ്യകർണം, പിന്നെ ഇത് ബാഹ്യകർണം അല്ലെ. പുറത്തുള്ള ചെവിക്കുള്ള അസ്ഥികളാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ചെവിക്ക് 3 ഭാഗമുണ്ട്. അതിൽ മധ്യകർണത്തിൽ എന്താണ്, 3 ചെറിയ അസ്ഥികളുണ്ട് അല്ലെ. അപ്പം മധ്യകർണത്തിലുള്ള ഏതൊക്കെയാണ്, മാലിയസും, ഇൻകസും, സ്റ്റേപ്പിസും ആണ് കേട്ടോ. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട് മധ്യകർണത്തിലുള്ള അല്ലെ, ഇൻകസ്, മാലിയസ്, സ്റ്റേപ്പിസ്. ഓക്കെ, പിന്നെന്താ പറയുന്നത് നോക്കിയാൽ, ഇവയുടെ കമ്പനം മൂലമാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ എന്ത്, ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്, സ്റ്റേപ്പിസ് കേട്ടോ. ഇനി ഏറ്റവും വലിയ അസ്ഥി ഏതാ, നമ്മളെ തൊടയിലാണ് കേട്ടോ. നമ്മളെ കാലിലെ തൊടയിലില്ല, അതാണ് ഏറ്റവും വലുത് കേട്ടോ, വലിയ അസ്ഥി. ദെൻ നോക്കൂ, അസ്ഥികൂടം പുറത്തും ഉണ്ട് അല്ലെ. ചിലതിങ്ങൾ അസ്ഥികൂടം പുറത്താ. നോക്കി, ഒച്ചിന്റെ കണ്ടോ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതാണ് അസ്ഥികൂടുള്ള ജീവികളെ കുറിച്ചാണ് അല്ലെ. ഉള്ളിലുള്ള അസ്ഥികൂടമുള്ള ജീവികളെ കുറിച്ചാണ് അല്ലെ.
അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളുണ്ടോ? ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാ? ഒച്ചാണ് അല്ലേ. ഇതിന്റെ അസ്ഥികൂടം എവിടെയാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന ജീവികളൊന്ന് നിരീക്ഷിക്കുക. ഇവയ്ക്ക് അസ്ഥികൂടമുണ്ടോ? ഇവയുടെ അസ്ഥികൂടം എവിടെയാണ് കാണപ്പെടുന്നത്? ശരീരത്തിനകത്തോ പുറത്തോ? ഈ ജീവികൾക്കെല്ലാം ബാഹ്യ അസ്ഥികൂടമാണുള്ളത് കേട്ടോ. ഇവയുടെ പേര് കണ്ടെത്തി എഴുതുക. ഓക്കെ. അപ്പോൾ എന്താണ് ഇത് എന്താ ഇതിൻ്റെയൊക്കെ പേര് ഇത് ഇതിനൊക്കെ എന്താണ്? ഇതൊക്കെ പുറത്താണ് ഇതിൻ്റെ അസ്ഥികൂടം വരുന്നത് അല്ലേ. എന്തൊക്കെയത്? ക്രാബാണ് അല്ലേ. പിന്നെ ഇതെന്താ? വണ്ട്, ചെമ്മീന്, പാറ്റ അല്ലെ, കൂറ എന്ന് പറയും. ഇതെന്താണ്? പഴുതാര. ഇതെന്താണ്? ക്രാബ്. എന്താണ്? ഞണ്ട് അല്ലേ. ഓക്കെ. ഇനി പുറന്തോടുകൾ എങ്ങനെയാണ് ഈ ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും പിന്നെന്താ ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഒക്കെ എന്താണ് ഈ പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട് അല്ലെ. ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട്, ആകൃതി നൽകുന്നുണ്ട്, ശത്രുക്കളിൽ നിന്ന് എന്താ രക്ഷ നേടുന്നുണ്ട് അല്ലെ ഈ പുറന്തോടുകൾ കൊണ്ട് അല്ലെ. അപ്പൊ പുറന്തോടുകൾ സഹായിക്കുന്നുണ്ടല്ലോ അല്ലെ. ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനൊക്കെ എന്താണ് ഈ പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട് ഈ ജീവികൾ അല്ലെ. ഇനി ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉണ്ട് അല്ലെ. എക്സോസ്കെലിറ്റണും എൻഡോസ്കെലിറ്റണും. ഓക്കെ. എന്താണ് ബാഹ്യ അസ്ഥികൂടവും ആന്തരിക അസ്ഥികൂടവും നോക്കിയേ. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട് അല്ലെ. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന എന്താണ് കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത് അല്ലെ. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങൾ എന്താണ് ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ഈ ആവരണങ്ങളെയാണ് അല്ലെ, കട്ടി കുറഞ്ഞ ആ പുറന്തോടില്ലേ, അതിനെയാണെന്ത് ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണെന്ത് അസ്ഥികൂടം അല്ലെ. ഇതെന്താണ്? ഉള്ളിലുള്ള അസ്ഥികൂടം, ആന്തരാസ്ഥികൂടമാണ് അല്ലെ. പുറത്തുള്ള അസ്ഥികൂടം എന്താണ്? ബാഹ്യ അസ്ഥികൂടം. ഉള്ളിലുള്ള അസ്ഥികൂടത്തിന് എന്താണ്? ആന്തരാസ്ഥികൂടമാണ് പറയുന്നത്. ഒരു ജീവിയിൽ തന്നെ ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുമോ? മുതല, ആമ എന്നീ ജീവികളിൽ ഏത് തരം അസ്ഥികൂടമാണ് കാണപ്പെടുന്നത്? ഊഹിച്ച് പറയൂ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. മുതലിന്റെ പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് അല്ലെ. അതുപോലെ കണ്ടോ, ഇതിൻ്റെ ഒന്നും തന്നെ അല്ലെ, പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് ആമൻ്റെ അല്ലെ. ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളിൽ ആന്തരാസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ആമ എന്താണ് രണ്ടുള്ളത്, ആന്തരാസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉള്ള ജീവികൾ ഏതൊക്കെയാണ്? ആമ, മുതല, ചീങ്കണ്ണി അല്ലെ. ആമ, മുതല, ചീങ്കണ്ണി എന്നിവ എന്താണ് രണ്ട് അസ്ഥികൂടവും ഉണ്ട് അല്ലെ. ആന്തരിക അസ്ഥികൂടവും ഉണ്ട്, ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. ഓക്കെ. ദെൻ നിങ്ങൾക്ക് പരിചിതമായ ജീവികളെ ആന്തരാസ്ഥികൂടമുള്ളവ, ബാഹ്യാസ്ഥികൂടമുള്ളവ, ബാഹ്യാസ്ഥികൂടവും ആന്തരികാസ്ഥികൂടവും ഉള്ളവ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചില്ല ആന്തരാസ്ഥികൂടമുള്ളതൊക്കെയാണ് മനുഷ്യരുണ്ട്, പശു, ആട്, പിന്നെന്താണ് പശു, ആട്, നമുക്കറിയുന്ന ജീവികളൊക്കെ കൊണ്ട് എഴുതുക അല്ലെ, ഉള്ളിലുള്ളതൊക്കെ അല്ലെ. പിന്നെ ബാഹ്യാസ്ഥികൂടം ഉള്ളതാണ് കൂറ, പാറ്റ അല്ലെ. പിന്നെന്താണ് ഇവിടെ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ചെമ്മീന്, ഞണ്ട്, പിന്നെ പഴുതാര അല്ലെ. അതൊക്കെ എന്താണ് ഈ ബാഹ്യ അസ്ഥികൂടമാണ് അല്ലെ. ഇനി എന്താണ് ആമ, മുതല, ചീങ്കണ്ണിയൊക്കെ എന്താണ് രണ്ടും ഉള്ളതാണ്, ബാഹ്യാസ്ഥികൂടവും ആന്തരികാസ്ഥികൂടവും ഉള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്കറിയുന്ന എന്തൊക്കെയുണ്ട് അത് എഴുതിക്കോളൂ കേട്ടോ. ദെൻ നോക്കൂ, ബാഹ്യാസ്ഥികൂടം നോക്കിയേ. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും എന്താണ് ബാഹ്യാസ്ഥികൂടമാണുള്ളത് കേട്ടോ. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും എന്താണ് ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? പ്രാണികളാണ് കേട്ടോ. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? പ്രാണികളാണ് കേട്ടോ. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ എന്താണ് അവർ പൊഴിച്ച് കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ എന്താണ് ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ, ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ എന്താണ് ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. ഏതാണ്? നമ്മളിപ്പം എന്താണ് പശുവിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൊമ്പ് അല്ലെ, അതെന്താണ് ബാഹ്യാസ്ഥികൂടാണ് അല്ലെ. അപ്പം മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും എന്താ ചെതുമ്പലുകൾ പറയാൻ പറ്റും അല്ലെ. പിന്നെ പക്ഷികളുടെ തൂവല്, പിന്നെ ജന്തുക്കളുടെ രോമങ്ങൾ, പിന്നെന്താണ് നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ എന്താണ് അതിന് ഉദാഹരണമാണ് കേട്ടോ. ഇനി ബാഹ്യാസ്ഥികൂട വിസ്മയങ്ങൾ ഒരുക്കാം. എന്താണ്? താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ. ഇത്തരം കരകൗശല വസ്തുക്കൾ കണ്ടിട്ടില്ലേ? ഇവയെല്ലാം
അപ്പോൾ താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കുക. ഇത്തരം കരകൗശല വസ്തുക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവയെല്ലാം എന്താണ്? ജീവഹാനി വന്ന പലതരം ജീവികളുടെ ബാഹ്യാസ്ഥി കൂടെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് അല്ലേ? കണ്ടോ ഇതിലെ എന്താണ് ഷെല്ലുകൾ അല്ലേ? കേട്ടോ, കമ്മലൊക്കെ വെച്ചിരിക്കുന്ന ഷെല്ലിനോടൊക്കെ ഇതാണ് അല്ലേ? പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് അക്കാൻ്റെ തോടിനോട് ഉണ്ടാക്കലുണ്ട്, പിന്നെ അത് ഇരുന്തിൻ്റെ തോടിനോട് ഉണ്ടാക്കും, ഷെല്ലിനോട് ഉണ്ടാക്കും അല്ലേ? പലരും പല കളറൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങളുടെ ചുറ്റുപാടും ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള ചിപ്പി, കക്ക, ശംഖ് തുടങ്ങിയ ബാഹ്യ അസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വീട്ടിലും ക്ലാസ്സിലും ഒക്കെ എന്താക്കുക, തൂക്കിയിടുക കേട്ടോ. ഇനി അപ്പം നിങ്ങളെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക, കാണാപ്പാഠം പഠിക്കുകയല്ല വേണ്ട ചെല്ലണം. നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കുക, ഓരോന്നിൻ്റെ ഓരോ ജീവികളതും അതുപോലെ എന്തൊക്കെയാണ് അസ്ഥികൂടങ്ങൾ ഉള്ളതെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, നന്നായി പഠിച്ച് ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. ഓക്കെ, താങ്ക് യു.